ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ വളരെയധികം പഴുത്തുപോയ നേന്ത്രപ്പഴം കൊണ്ട് എങ്ങനെ നല്ല ഒരു കേസരി ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ പഴുത്തുപോയ നേന്ത്രപ്പഴം കൊണ്ടുള്ള മറ്റ് ചില റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു കേസരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നന്നായിട്ട് പഴുത്ത് കറുത്തുപോയ 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം കുറച്ച് വലുതും ഒരെണ്ണം ചെറുതുമാണ്. അപ്പോൾ ഒരു ഇടത്തരം വലിപ്പമുള്ള 2 എടുക്കുക. ആദ്യം സാധാരണ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുന്നത് പോലെ ഒരു സ്റ്റീമറിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് സ്റ്റീം ചെയ്ത് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. നേന്ത്രപ്പഴം കുക്കാവുന്ന നേരം കൊണ്ട് മറ്റൊരു പാത്രത്തിനകത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂം കിസ്മിസും ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കിസ്മിസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കോരി മാറ്റാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ 250 ml കപ്പിൽ ഒരു 1/2 കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ചേർത്ത നെയ്യ് കൂടാതെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റോളം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. അതേപോലെ നല്ലൊരു റോസ്റ്റഡ് സ്മെല്ലും വരും. ആ ഒരു സമയത്ത് നമുക്കിതിനകത്തുനിന്ന് ഇത് കോരി മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനതിന് ചെറുതായിട്ടൊരു ഓപ്പറേഷനൊക്കെ ചെയ്ത് അതിൻ്റെ നടുക്കുള്ള ആ ഒരു കറുത്ത നാര് പോലെയുള്ള സാധനമൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു. ഇനി നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണം എന്നൊന്നുമില്ല, റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാൽ മതി. ഇനി നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നമുക്കിപ്പോൾ അരച്ചെടുത്ത ആ ഒരു നേന്ത്രപ്പഴം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതി, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നേന്ത്രപ്പഴം മാത്രം ചേർത്താൽ അത്രയ്ക്ക് കളർ കിട്ടത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറും ചേർക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് അധികം വെള്ളമൊന്നും വറ്റാനില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നേന്ത്രപ്പഴം നെയ്ക്കകത്ത് കിടന്ന് വഴണ്ട് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുന്നത് വരെ. നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയ്ക്ക് ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഏത്തപ്പഴം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച റവ കുറേശ്ശെയായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ചെറിയ കട്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ കുറച്ച് കട്ട എങ്ങാനും ഉണ്ടായി എന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അത് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ കട്ടയെല്ലാം ഉടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ അകത്തും അതിങ്ങനെ കട്ടയായിട്ട് തന്നെ ഇരിക്കും. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ നെയ്യും വെജിറ്റബിൾ ഓയിലും മിക്സ് ചെയ്തും ചേർക്കാം. കൂടുതൽ ഫാറ്റ് ചേരുന്നതനുസരിച്ച് കൂടുതൽ സോഫ്റ്റ് ആവും. ഞാനിപ്പോൾ വളരെ കുറച്ച് ഫാറ്റ് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിന് വീണ്ടും നന്നായിട്ട് ഇത് തിക്കാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിക്കായതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സിനെയും അതേപോലെ നിങ്ങൾക്ക് എത്ര മധുരം വേണം എന്നതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പഞ്ചസാര ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഏലക്ക പൊടിച്ചത് ചേർത്താൽ മതി. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റൈസിൻസും നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ട് വീണ്ടും ഇതൊന്ന് ലൂസായിട്ട് വരും. ഈ സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും നെയ്യോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. ഞാനിപ്പോൾ അധികം ഫാറ്റ് യൂസ് ചെയ്യുന്നില്ല. ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മുടെ കേസരി ഇതുപോലെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് തുടങ്ങുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു സമയം വരെ മാത്രം കുക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം.
ഇത്രയേ ഉള്ളൂ. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്